നമ്മളുടെ രണ്ടാമത്തെ മൊഡ്യൂളാണ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം. അപ്പോൾ ഇതിൽ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മീഡിയ എല്ലാം എയർ ആയിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിനെ എടുക്കുന്നു, എയറിനെ പല രീതിയിൽ കംപ്രസ് ചെയ്യുന്നു, 2-3 മെത്തേഡ്സ് പഠിച്ചു. അതിൻ്റെ കൂടുതൽ എഫിഷ്യൻ്റ് ആവാനുള്ള മെത്തേഡുകൾ അങ്ങനെയുള്ളതൊക്കെ നോക്കി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുമ്പോൾ അത് നമ്മൾ എയർ എന്ന് പറഞ്ഞത് ഒരു ലിമിറ്റഡ് എഡിഷനാണ്. നമ്മളൊരു ഡൊമസ്റ്റിക് യൂസിനൊന്നും ഒരിക്കലും എയർ പറ്റില്ല, എയർ റെഫ്രിജറേഷൻ സിസ്റ്റംസ് പറ്റില്ല. അപ്പോൾ അത് ഒരു വലിയ യൂസ്, ഇപ്പോൾ നമ്മളത് പഠിച്ച പോലെ എയർ ഒരു വലിയ അളവിൽ ലഭിക്കുന്ന ഏരിയകളിൽ മാത്രമേ അത് പറ്റുള്ളൂ. റോക്കറ്റ്, മിസൈൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത് ഉപയോഗിക്കുക. അപ്പോൾ എയർ റെഫ്രിജറേഷൻ സൈക്കിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അടുത്തത് ഇനിയിപ്പോൾ നമ്മൾ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതാണ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം. നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ ഡൊമസ്റ്റിക് ഇതിലൊക്കെ കാണുന്നത് വേപ്പർ കംപ്രഷൻ സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ ആദ്യം തന്നെ ഒരു 2-3 ബേസിക് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു 1-2 മെത്തേഡ്സ് നമുക്ക് ആദ്യം തന്നെ തിയറി ആയിട്ട് പഠിക്കാനുണ്ട്. അതിലാദ്യത്തെയാണ് വോർട്ടെക്സ് ട്യൂബ് റെഫ്രിജറേഷൻ. നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ നോൺ കൺവെൻഷണൽ ടൈപ്പ് റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കൺവെൻഷണലായിട്ട് ഉപയോഗിക്കാത്ത ഒരു രീതി, എന്നാൽ ഉപയോഗിക്കപ്പെടുന്നുമുണ്ട് എവിടേക്കോ അതിൻ്റെ ഇതനുസരിച്ചിട്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ വോർട്ടെക്സ് ട്യൂബ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോർട്ടെക്സ് ട്യൂബ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ സിമ്പിളാണ്. ഞാൻ ആ കൺസ്ട്രക്ഷനും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും പറയാം. പിന്നെ ജസ്റ്റ് തിയറി ഞാനിത് വേണമെങ്കിൽ ഒന്ന് വായിച്ച് വിടാം. അപ്പോൾ എന്താണെന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞുതരാം ഈ ഫിഗർ നോക്കിയിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യമുള്ളത് ഇങ്ങനെ ഒരു സിലിണ്ടർ, ഒരു ട്യൂബാണിത്. ഈ ഒരു ഇറ്റ് കൺസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ്, ഒരു ട്യൂബ് പോലെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് കോൾഡ് എയർ എന്ന് പറഞ്ഞിട്ട് ഇതിലൂടെയാണ് കോൾഡ് എയർ കിട്ടുക, അതേപോലെ ഇതിലൂടെയാണ് ഹോട്ട് എയർ. അപ്പോൾ ഇവിടെ ഒരു വാൽവ് വെച്ചിട്ടുണ്ട്. ഈ വാൽവിൻ്റെ ഇതിലൂടെ ഒരു പർട്ടിക്കുലർ ഒരു എമൗണ്ടിൽ ഈ വാൽവ് തുറക്കുന്നതിനനുസരിച്ച് ഹോട്ട് എയർ പോകും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാൽവ് ഇവിടെ ഉണ്ട്. അപ്പോൾ കോൾഡ് എയർ ഇതിലേ പോകും, ഹോട്ട് എയർ ഇതിലേ പോകും. പിന്നെ ഒരു ഡയഫ്രം ഉണ്ട്, ഒരു നോസിലുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ഹോട്ട് ട്യൂബ്, ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. ഇതിൻ്റെ ഉള്ളിലൊരു ഹോട്ട് ട്യൂബ്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോർട്ടെക്സ് ടൈപ്പാണ്. സിലിണ്ടർ അല്ല ഇതിൻ്റെ ഷേപ്പ്, ഒരു വോർട്ടെക്സ് ടൈപ്പ്, അങ്ങനെ ഒരു ചുഴി പോലെ അങ്ങനെയുള്ള ഒരു ഷേപ്പാണ്. അതിൻ്റെ പർപ്പസ് അതുകൊണ്ടാണത്. അപ്പോൾ ഇവിടെ ഒരു ഡയഫ്രം ഉണ്ട്. ഡയഫ്രത്തിൽ ഒരു ചെറിയൊരു ഹോളുണ്ട്. പിന്നെ അതേപോലെ തന്നെ നോസിലുണ്ട്. നോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ CFFൽ കംപ്രസ്ഡ് ഫ്ലൂയിഡ് ഫ്ലോയിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ആ നോസിലിൻ്റെ എന്താണ് വെലോസിറ്റി, എങ്ങനെ ഇതാക്കും, പിന്നെ അതിൻ്റെ മാക്ക് നമ്പർ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കണില്ലേ നോസിൽ വെച്ചിട്ടുള്ള കംപ്രസ്ഡ് എയർ. ഈ കംപ്രസ്ഡ് എയർ ഇതിലൂടെ വരുന്നിടത്ത് നോസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോസിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് നോസിലുണ്ട് എന്ന് പറയണുള്ളൂ. അപ്പോൾ നോസിൽ അതിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാരി ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ നോസിൽ ഉപയോഗിക്കണത്, അത്രേ നമ്മൾ പറയണുള്ളൂ. അപ്പോൾ ഈ നോസിലൂടെ ഉണ്ട്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ നോസിലിൻ്റെ ഈ ഭാഗത്തേക്ക് നമ്മളൊരു കംപ്രസ്ഡ് എയർ കൊടുത്തു വിടും. അപ്പോൾ ഈ കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്രസ്ഡ് എയർ അവൈലബിൾ ആയിരിക്കണം, ഒരു ഹ്യൂജ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലത്താണ് അത് ഉപയോഗിക്കുക. അപ്പോൾ കംപ്രസ്ഡ് എയർ ഇതിലേക്ക് കൊടുത്തു വിടുമ്പോൾ ഒരു പ്രവർത്തനം നടന്നിട്ട് നമുക്ക് ഹോട്ട് എയറും കോൾഡ് എയറും കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ വർക്കിംഗ് ഞാൻ എന്താ സിമ്പിളായിട്ടുള്ളതായി തന്നെ പറയാം, പിന്നെ നമുക്ക് ഓരോന്നായിട്ട് പോവാം. ഈ കംപ്രസ്ഡ് എയർ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു വിടും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു വിട്ടാൽ കഴിഞ്ഞപ്പോൾ ഈ നോസിലൂടെ അതൊരു പ്രത്യേക അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വെലോസിറ്റിയിലൊക്കെ അതിനൊരു വേരിയേഷൻ ഉണ്ടാവും. ഈ കടത്തി വിടുമ്പോൾ നോസിലൂടെ കടന്നു വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി പ്രഷറിലൊക്കെ ഒരു വേരിയേഷൻ ഉണ്ടാവും. ആ വേരിയേഷനിലൂടെ അത് കടന്നു വന്നിട്ട് ഈ ഹോട്ട് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് എത്തും. ഹോട്ട് ട്യൂബിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹോട്ട് ട്യൂബിൻ്റെ ഇത് പറഞ്ഞു ഷേപ്പ് ഞാൻ പറഞ്ഞു, അതൊരു വോർട്ടെക്സ് ടൈപ്പാണ്, സ്പൈറൽ ഫോം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുഴി പോലെയായിട്ട് ഇങ്ങനെ പോകുന്ന ടൈപ്പാണ് അതിൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ ഷേപ്പ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഇതിങ്ങനെ വരുന്ന സമയത്ത് എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എയർ ഉണ്ടല്ലോ, എയർ ഇതിലേ ഇവിടെ വന്ന് അപ്പോൾ ഒരു പ്രഷർ ഉണ്ടാവും. ഈ പ്രഷറിലൂടെ ഇത് ഇവിടെ എത്തി കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഈ ഇവിടത്തുള്ള നമ്മുടെ വാൽവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് ഇങ്ങനെ ഇത് ക്ലോസ് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഈ പ്രഷറിൽ വരുന്ന ഒരു പർട്ടിക്കുലർ വെലോസിറ്റി, പർട്ടിക്കുലർ പ്രഷറിലൊക്കെ വരുന്ന ഈ കംപ്രസ്ഡ് എയർ ഇവിടെ തട്ടിയിട്ട് ഇവിടെ തട്ടുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫ്ലോയിൽ തട്ടി തിരിച്ചു പോകും, ശരിയല്ലേ? ഇത് ഇങ്ങോട്ടേക്ക് തിരിച്ചു പോകും. അപ്പോൾ ആ തിരിച്ചു പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് ഫ്ലോയും ഒരു റിവേഴ്സ് ഫ്ലോയും, 2 ഫ്ലോകളുണ്ടാവും. അപ്പോൾ ഈ 2 ഫ്ലോയും ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ ഒരു
റിവേഴ്സായി പോകുന്ന സമയത്ത് എന്താ ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് അവിടെ നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോട്ട് എയർ ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ രണ്ട് ഫ്ലോ ഉണ്ടാവുമല്ലോ, ഫോർവേഡ് ഫ്ലോയും റിവേഴ്സ് ഫ്ലോയും ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുകയും ആ ഹീറ്റ് എക്സ്ചേഞ്ചിലൂടെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എയർ കോൾഡ് എയർ ആയിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യും. ആ കോൾഡ് എയറിനെയാണ് നമ്മൾ ഇതിലൂടെ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് കടത്തിവിടുക, ഇവിടേക്ക് കിട്ടും. അതേ സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഹോട്ട് എയർ ഉണ്ടല്ലോ, ആ ഹോട്ട് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് ഒരു ഫോർവേഡ് ഫ്ലോ ഉണ്ട്, അതിൻ്റെ തന്നെ റിവേഴ്സ് ഫ്ലോ ഇങ്ങോട്ട് നമുക്ക് കിട്ടുന്നത്. ആ സമയത്ത് ഇവിടെ നിന്ന് ഈ ഹോട്ട് എയർ, ആ വരുന്ന ഹോട്ട് എയർ നമ്മൾ എങ്ങനെ കടത്തിവിടും? ഈ വാൽവിലൂടെ കടത്തിവിടും. അപ്പോൾ ഈ വാൽവ് എങ്ങനെയായിരിക്കണം? വാൽവ് ക്ലോസ് ആയിരിക്കണം. നമ്മളുടെ ഇനീഷ്യൽ സ്റ്റേജിൽ അത് ക്ലോസ് ആക്കിയിട്ടാണ് വയ്ക്കുക. പക്ഷേ എന്ത് ചെയ്യും നമ്മൾ? അതിനൊരു ചെറിയൊരു എമൗണ്ട് നമ്മളിങ്ങനെ തുറന്നു കൊടുക്കും. ആ തുറന്നു കൊടുക്കുന്ന എമൗണ്ടാണ് നമ്മളുടെ ഹോട്ട് എയറിൻ്റെയും കോൾഡ് എയറിൻ്റെയും ഫ്ലോ എത്രമാത്രം വേണമെന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വാൽവിനെ ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ ഒരു ചെറിയൊരു എമൗണ്ട് തുറന്നു വിടുമ്പോൾ ഹോട്ട് എയർ ഇതിൽ കൂടെ പോകും, കോൾഡ് എയർ നമുക്ക് ഇതിലെ കിട്ടും, കംപ്രസ്ഡ് എയർ ഇതിലെ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പൈറൽ ഫോമിൽ പോകുമ്പോൾ റിവേഴ്സ് ഫ്ലോ ഉണ്ടാവുകയാണ്. ആ റിവേഴ്സ് ഫ്ലോ ഉണ്ടാകുമ്പോൾ കോൾഡ് എയർ ഇതിലെ കടത്തി വിടും, ആ ഹോട്ട് എയർ ഇതിലെ കടത്തി വിടും. അതാണ് അതിൻ്റെ വർക്കിംഗ്. അത്രയേ ഉള്ളൂ, വർക്കിംഗ് ആയിട്ട് പറയാൻ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരേ സമയത്ത് നമുക്ക് ഹോട്ട് എയറും കോൾഡ് എയറും ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. വോർട്ടെക്സ് ട്യൂബ് റെഫ്രിജറേഷൻ്റെ പ്രത്യേകത. നമുക്ക് ഒരേ സമയത്ത് ഹോട്ട് എയറും ഉണ്ടായിരിക്കും, ഒരേ സമയത്ത് കോൾഡ് എയറും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിത് എവിടെ ഉപയോഗിക്കുക? നമുക്കിത് രണ്ടും ആവശ്യമുള്ളത് എവിടെയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ആവശ്യമുള്ള ഒരു സ്ഥലങ്ങളിലാണ് ഇത് ഉപയോഗിക്കുക. അപ്പോൾ അത് ഇൻഡസ്ട്രിയുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് എവിടേക്കാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ജസ്റ്റ് ഈ പാർട്ടുകളൊക്കെ ഞാൻ എഴുതിക്കുകയാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നോസിൽ, ഡയഫ്രം, വാൽവ്, ഹോട്ട് എയർ സൈഡ്, കോൾഡ് എയർ സൈഡ്. ഓക്കെ, ദ നോസിൽസ് ആർ ഓഫ് കൺവേർജിങ് ഓർ ഡൈവേർജിങ്. കൺവേർജിങ് ടൈപ്പ് ആയിരിക്കാം, ഡൈവേർജിങ് ടൈപ്പ് ആയിരിക്കാം. നമ്മൾ CFF-ലൊക്കെ പറയുന്ന പോലെയുള്ള. അപ്പോൾ അവിടെ നിങ്ങൾ പഠിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കൺവേർജിങ് ഡൈവേർജിങ് എന്നൊക്കെ ഉള്ളത് കുറച്ചും കൂടി ക്ലിയർ ആവും. ടൈപ്പ് ഇവിടെ നമ്മളത് ജസ്റ്റ് പഠിച്ചാൽ മതി. കൺവേർജിങ് ടൈപ്പ് ഒരു ഡൈവേർജിങ് ടൈപ്പ്. കൺവേർജിങ് നിങ്ങൾക്ക് അറിയില്ല, ഒന്ന് ഇങ്ങനെയുള്ളത് ഷേപ്പ് ഇങ്ങനെ ഉള്ളത്, പിന്നെ ഡൈവേർജിങ് ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടേക്കുള്ളത്, ഫ്ലോയിന് ഓപ്പോസിറ്റായിട്ട് ഡൈവേർജ് ചെയ്ത് വരുന്നത്. അതേപോലെ കൺവേർജ് ചെയ്യുന്നതും ഡൈവേർജ് ചെയ്യുന്നതും ഡൈവേർജ് ചെയ്യുന്നത് വലുതായി ഇങ്ങനെ വരും, ഡൈവേർജ് ചെറുതായിട്ട് വരും. Type as per design. An efficient nozzle is designed to have higher velocity, greater mass flow and minimum inlet loss. അപ്പോൾ an efficient nozzle is designed to have higher velocity, ഗ്രേറ്റർ മാസ് ഫ്ലോ ആൻഡ് മിനിമം ഇൻലെറ്റ് ലോസ്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ നോസിൽ അവിടെ വെക്കുന്നത്. ചേംബർ ഇസ്, അപ്പോൾ ഇതിലിപ്പോൾ ഈ ചേംബർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ് ചേംബർ എന്ന് പറയുന്നത്. നോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും, ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഭാഗമാണ് നോസിലായിട്ട് പറയുന്നത്. ഇതിന് മൊത്തം പോർഷനാണ് ചേംബർ എന്ന് പറയും. ചേംബർ ഈസ് എ പോർഷൻ ഓഫ് ദ നോസിൽ ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ ടാൻജൻഷ്യൽ എൻട്രി ഓഫ് ഹൈ വെലോസിറ്റി എയർ സ്ട്രീം ഇൻ ടു ഹോട്ട് സൈഡ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ടാൻജൻഷ്യൽ വെലോസിറ്റി, എൻട്രി ഓഫ് ഹൈ വെലോസിറ്റി എയർ സ്ട്രീം ഇതിൻ്റെ ഉള്ളിലേക്ക്, ഏതിലേക്ക്? ഹോട്ട് ട്യൂബിലേക്ക് ഈ നോസിലൂടെ എയർ കടത്തിവിടാനുള്ള ഒരു ഭാഗം, അതിനാണ് ഈ ചേംബർ എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു പർട്ടിക്കുലർ എന്താ പറയുക, അതിൻ്റെ ഒരു ഭാഗമാണ്, ഈ എക്യുപ്മെൻ്റ് ഭാഗമാണ്. ഇറ്റ് ഈസ് ഇൻ എ സ്പൈറൽ ഫോം. ഇതിൻ്റെ ഷേപ്പും ഏകദേശം ഒരു സ്പൈറൽ ഫോമിൽ ആയിരിക്കും. ഹോട്ട് സൈഡ് ഈസ് സിലിണ്ടറിക്കൽ ഇൻ ക്രോസ് സെക്ഷൻ ആൻഡ് ഈസ് ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത്ത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ട് സൈഡ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിക്കലാണ്. ഞാൻ പറഞ്ഞത് ഇത് സിലിണ്ടറിക്കലാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ കൂടുതൽ ഡീറ്റെയിലായിട്ട് എടുത്ത് പഠിക്കുന്ന ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലെ ഫ്ലോ ഒരു ചെറിയ സ്പൈറലായിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. സിലിണ്ടറിക്കലാണ്, പക്ഷേ സ്പൈറലായി നമ്മൾ പഠിക്കുമ്പോൾ സിലിണ്ടറിക്കൽ എന്ന് പറഞ്ഞിട്ട് പഠിച്ചാൽ മതി. ഇപ്പം നമ്മൾ വരയ്ക്കണതിലൊക്കെ സിലിണ്ടറിക്കലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് നിങ്ങൾക്ക് വർക്കിംഗ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, എന്നാലാണ് ആ വോർട്ടെക്സ് ഫ്ലോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഹോട്ട് സൈഡ് ഈസ് സിലിണ്ടറിക്കൽ ഇൻ ക്രോസ് സെക്ഷൻ ആൻഡ് ഈസ് ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത്ത്. അത് ഡിഫറെൻറ്റ് ലെങ്ത്ത് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടായിരിക്കും ഈ ഹോട്ട് ട്യൂബിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടാവുക. വാൽവ് ഒബ്സ്ട്രക്ട്സ് ദ ഫ്ലോ ഓഫ് എയർ ത്രൂ ഹോട്ട് സൈഡ്. അവിടെയുള്ള വാൽവ് എയറിൻ്റെ ഒബ്സ്ട്രക്റ്റ് ചെയ്യും ഹോട്ട് സൈഡ്. ആൻഡ് ഇറ്റ് ആൾസോ കൺട്രോൾസ് ദ ക്വാണ്ടിറ്റി ഓഫ് എയർ ത്രൂ വോർട്ടെക്സ് ട്യൂബ്. അതേപോലെ തന്നെ ആ വോർട്ടെക്സ് ട്യൂബിലൂടെ കടന്നു പോകുന്ന ഇതിൻ്റെ ഹോട്ട് ട്യൂബ് എന്നാണ് പറയുന്നത്, വോർട്ടെക്സ് ട്യൂബിലൂടെ അതിലൂടെ കടന്നു പോകുന്നതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. അതിനാണ് വാൽവ് വെച്ചിട്ടുള്ളത്. ഡയഫ്രം ഈസ് എ സിലിണ്ടറിക്കൽ പീസ് ഓഫ് സ്മാൾ തിക്നെസ് ആൻഡ് ഹാവിങ് സ്മോൾ ഹോൾ ഓഫ് സ്പെസിഫിക് ഡയമീറ്റർ. നമ്മുടെ നോസിലിൻ്റെ പിന്നിലുണ്ടായിരുന്ന ചെറിയൊരു ഹോൾ, അതാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഈസ് എ സിലിണ്ടറിക്കൽ പീസ് ഓഫ് സ്മാൾ തിക്നെസ് ആൻഡ് ഹാവിങ് എ സ്മോൾ ഹോൾ ഓഫ് സ്പെസിഫിക് ഡയമീറ്റർ അറ്റ് ദ സെൻറ്റർ. എയർ സ്ട്രീം ട്രാവലിംഗ് ത്രൂ ദ കോർ ഓഫ് ദ ഹോട്ട് സൈഡ് ഈസ് എമിറ്റഡ് ത്രൂ ദ ഡയഫ്രം ഹോൾ. അപ്പോൾ അതിൽ നിന്ന് എയർ സ്ട്രീം ട്രാവലിംഗ് ത്രൂ ദ കോർ, ഹോട്ട് സൈഡിൽ നിന്ന് വരുന്നത് ഇതിലൂടെയാണ് പോവുക. കോൾഡ് സൈഡ് ഈസ് എ സിലിണ്ടറിക്കൽ പോർഷൻ ത്രൂ വിച്ച് ദ കോൾഡ് എയർ ഈസ് പാസ്ഡ്. അപ്പോൾ ആ ഡയഫ്രത്തിലൂടെ വന്നിട്ട് കോൾഡ് എയർ കടന്ന് പോകുന്ന ഭാഗം, അതാണ് കോൾഡ് എയർ സൈഡ്.
ഇനി അത് കഴിഞ്ഞാൽ വർക്കിംഗ് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെ കംപ്രസർ എയർ വരുന്നു, നോസിലൂടെ കടന്നു പോകുന്നു, അവിടെ വന്നിട്ട് ഹോട്ട് ട്യൂബിലേക്ക് കിടക്കുന്നു, ഹോട്ട് ട്യൂബിൽ വെച്ചിട്ട് വാൽവ് അതിനെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ഒരു 2 ഫ്ലോ, ഫോർവേഡ് ഫ്ലോയും റിവേഴ്സ് ഫ്ലോയിലും ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നു. നമുക്ക് ഹോട്ട് എയറും കോൾഡ് എയറും കിട്ടുന്നു. അതാണ് വർക്കിംഗ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. കംപ്രസ്ഡ് എയർ ഈസ് പാസ്ഡ് ത്രൂ ദ നോസിൽ ആസ് ഷോൺ ഇൻ ഫിഗർ. ഓക്കെ, ദ എയർ എക്സ്പാൻഡ്സ് ആൻഡ് അക്വേഴ്സ് ഹൈ വെലോസിറ്റി ഡ്യൂ ടു പർട്ടിക്കുലർ ഷേപ്പ് ഓഫ് ദ നോസിൽ. അപ്പോൾ ആ നോസിൽ എന്ത് ചെയ്യും, എയർ എക്സ്പാൻഡ് ചെയ്യും, അതേപോലെ തന്നെ ഹൈ വെലോസിറ്റി കിട്ടും ചെയ്യും. ഇതിന് വേണ്ടിയുള്ള നോസിലാണ് അവിടെ വെച്ചിട്ടുള്ളത്. വോർട്ടെക്സ് ഫ്ലോ ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ചേംബർ ആൻഡ് എയർ ട്രാവൽസ് ഇൻ സ്പൈറൽ ലൈക്ക് മോഷൻ. അപ്പോൾ വോർട്ടെക്സ് ഫ്ലോ ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ചേംബർ ആൻഡ് എയർ ട്രാവൽസ് ഇൻ സ്പൈറൽ ലൈക്ക് മോഷൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു വോർട്ടെക്സ് ഫ്ലോ ഉണ്ടാകും അലോങ് ദ പെരിഫറി ഓഫ് ദ ഹോട്ട് ട്യൂബ്. ദ ഫ്ലോ ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ ദ വാൽവ്. അപ്പോൾ ഫ്ലോ അവിടെ തടഞ്ഞു വയ്ക്കും വാൽവ് മുഖാന്തരം. വെൻ ദ പ്രഷർ ഓഫ് ദ എയർ നിയർ വാൽവ് ഈസ് മെയ്ഡ് മോർ ദാൻ ഔട്ട്സൈഡ് പാർഷ്യലി ക്ലോസിങ് ദ വാൽവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ തടഞ്ഞു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തുറക്കുക. നമ്മൾ ഈ പ്രോസസ്സ് തുടങ്ങി കഴിഞ്ഞതിനനുസരിച്ച് തിരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് എത്രമാത്രം കിട്ടണം എന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നതാണത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാൽവ് തുറക്കും. എ റിവേഴ്സ്ഡ് ആക്സിയൽ ഫ്ലോ ത്രൂ ദ കോർ ഓഫ് ദ ഹോട്ട് സൈഡ് സ്റ്റാർട്ട്സ് ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ. അപ്പോൾ അവിടെ നമ്മൾ തുറക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളൊരു ലോ പ്രഷർ റീജിയനും ഹൈ പ്രഷർ റീജിയനും ഉണ്ടാവും. ആ ലോ പ്രഷറും ഹൈ പ്രഷറാണ് എന്ത്, ആക്സിയൽ ഫ്ലോ, ഫോർവേഡ് ഫ്ലോയ്ക്കും റിവേഴ്സ് ഫ്ലോയ്ക്കും, ആക്സിയൽ അല്ല ഫോർവേഡ് ഫ്ലോയും റിവേഴ്സ് ഫ്ലോയും അതിന് കാരണമാകുന്നത്. During this process, heat transfer takes place between the reverse stream and forward stream. Okay, air stream through the core gets cooled below the inlet temperature of the air. അപ്പോൾ എയർ സ്ട്രീം ആ കോറിൻ്റെ ഭാഗത്തുള്ള എയർ എന്ത് ചെയ്യും, അതിനെക്കാട്ടിയും ടെമ്പറേച്ചർ കുറവാകും. ഇൻലെറ്റിൽ എത്രയാണോ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത് അതിനേക്കാളും കുറവായിട്ട് കിട്ടും. വോർട്ടെക്സ് ട്യൂബ് വിച്ച് എയർ സ്ട്രീം ഇൻ ഫോർവേഡ് ഡയറക്ഷൻ ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ്. അപ്പോൾ എയർ സ്ട്രീം ഇൻ ഫോർവേഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീറ്റ് സൈഡിലേക്ക് പോകുന്നു, ഇങ്ങോട്ടേക്ക് പോകുന്ന എയർ ഹീറ്റ് ചെയ്യും, ഇങ്ങോട്ട് തിരിച്ച് ഈ സൈഡിലേക്ക് കോൾഡ് സൈഡിലേക്ക് വരുന്നത് തണുത്തും കിട്ടും. ദ കോൾഡ് സ്ട്രീം ഈസ് എസ്കേപ്ഡ് ത്രൂ ദ ഡയഫ്രം ഹോൾ ഇൻ ടു ദ കോൾഡ് സൈഡ്. ഡയഫ്രം ഹോളിലൂടെ അത് പുറത്തേക്ക് വരും. വൈൽ ദ ഹോട്ട് സ്ട്രീം ഈസ് പാസ്ഡ് ത്രൂ ദ ഓപ്പണിംഗ് ഓഫ് ദ വാൽവ്. അപ്പോൾ വാൽവിൻ്റെ ഓപ്പണിങ്ങിലൂടെ ഹോട്ട് സ്ട്രീം പുറത്തേക്ക് പോകും. ബൈ കൺട്രോളിംഗ് ദ ഓപ്പണിംഗ് വാൽവ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ കോൾഡ് എയർ ആൻഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ ക്യാൻ ബി വേരിയഡ്. അപ്പോൾ വാൽവ് വെച്ചിട്ട് നമുക്കതിൻ്റെ ടെമ്പറേച്ചർ, ഹോട്ട് എയറും കോൾഡ് എയറിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, പിന്നെ ഒരു 2 ആപ്ലിക്കേഷൻ, അത് നമ്മൾ ഒരു 4-5 പഠിച്ചു വയ്ക്കാം. ഏതൊക്കെയാണുള്ളത് വെച്ചാൽ, അപ്പോൾ അഡ്വാൻറ്റേജ് എന്തായിട്ട് യൂസേഴ്സ് ഇതിൽ എയറാണ് റെഫ്രിജറൻറ്റ്. സോ ദർ ഇസ് നോ പ്രോബ്ലം ഡ്യൂ ടു ലീക്ക്. ഇപ്പോൾ എയർ ലീക്ക് ആയതുകൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ സാധാരണ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നതിൽ ഉപയോഗിക്കുന്ന അമോണിയ, ഫ്ലോറോ കാർബൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, കുറച്ച് ടോക്സിക്കാണ്. അപ്പോൾ എയറാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എയർ ഇപ്പോൾ ലീക്ക് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു പ്രോബ്ലമില്ല. എയർ ലീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫിഷ്യൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയും, പക്ഷേ അത് ഒരു ടോക്സിസിറ്റി അല്ല, ടോക്സിക് കാരണമാകുന്നതല്ല. അതുകൊണ്ട് അത് നോ പ്രോബ്ലം. അതാണ് ഈ ലീക്കേജ് ഡ്യൂ ടു നോ പ്രോബ്ലം ഡ്യൂ ടു ലീക്കേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വോർട്ടെക്സ് ട്യൂബ് ഈസ് സിമ്പിൾ ഇൻ ഡിസൈൻ ആൻഡ് ഇറ്റ് അവോയ്ഡ്സ് കൺട്രോൾ സിസ്റ്റം. സിമ്പിളാണെന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് കൺട്രോൾ സിസ്റ്റം ഒന്നുമില്ല. നമുക്ക് ആ വാൽവ് കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഇതിലുള്ളൂ. ദർ ആർ നോ മൂവിങ് പാർട്സ് ഇൻ വോർട്ടെക്സ് ട്യൂബ്. മൂവിങ് പാർട്സ് ഒന്നുമില്ല, എല്ലാം സ്റ്റേഷനറിയാണ്. ഇപ്പോൾ വാൽവ് ഉണ്ടെങ്കിലും അത് സ്റ്റേഷനറിയാണ്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇതിലിരിക്കുന്നു. ഇറ്റ് ഈസ് ലൈറ്റ് ഇൻ വെയിറ്റ് ആൻഡ് റിക്വയർസ് ലെസ് സ്പേസ്. ചെറിയൊരു സ്പേസിലാണ് ഇത് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ചെറിയതാണ്, വലിയ ഒരു സൈസിൽ ഇത് ഒരിക്കലും ഉപയോഗിക്കില്ല. ഇനീഷ്യൽ കോസ്റ്റ് ആൻഡ് വർക്കിംഗ് എക്സ്പെൻസ് ആർ ലെസ് വെയർ കംപ്രസ്ഡ് എയർ ഈസ് റെഡിലി അവൈലബിൾ. കംപ്രസ്ഡ് എയർ ഈസ് റെഡിലി അവൈലബിൾ. കംപ്രസ്ഡ് എയർ റെഡിലി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റും വർക്കിംഗ് എക്സ്പെൻസൊക്കെ വെരി ലെസ്സാണ്. അപ്പോൾ ഒരു വലിയ ഇൻഡസ്ട്രിയിലൊക്കെ ഇതിന് സാധ്യതകളുണ്ട്. മെയിൻ്റനൻസ് ഈസ് സിമ്പിൾ ആൻഡ് നോ സ്കിൽഡ് ലേബേഴ്സ് ആർ റിക്വയർഡ്. മെയിൻ്റനൻസ് സിമ്പിളാണ്, സ്കിൽഡ് ലേബർ ഒന്നും ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ വർക്കിംഗ് നമ്മൾ തന്നെ കണ്ടല്ലോ, വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. പിന്നെ ഡിസഡ്വാൻറ്റേജ്, ഇറ്റ്സ് ലോ COP കുറവാണ്. ലിമിറ്റഡ് കപ്പാസിറ്റി ആൻഡ് ഓൺലി സ്മോൾ പോർഷൻ ഓഫ് ദ കംപ്രസ്ഡ് എയർ അപ്പറിങ് ആസ് ദ കോൾഡ് എയർ ലിമിറ്റ്സ് ഇറ്റ്സ് വൈഡ് യൂസ് ഇൻ പ്രാക്ടീസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കംപ്രസ്ഡ് എയർ ഒരുപാട് കൊടുത്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിലൊരു ലിമിറ്റഡ് പോർഷൻ, സ്മാൾ പോർഷൻ ഓഫ് ദ കംപ്രസ്ഡ് എയർ ആണ് കോൾഡ് എയർ ആയിട്ട് മാറണുള്ളൂ. അപ്പോൾ അത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അത് അധികം സ്ഥലത്തൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ അപ്ലിക്കേഷനിൽ പറയുന്നത് വോർട്ടെക്സ് ട്യൂബ്സ് ആർ എക്സ്ട്രീംലി സ്മോൾ ആൻഡ് ആസ് ഇറ്റ് പ്രൊഡ്യൂസസ് ഹോട്ട് ആസ് വെൽ ആസ് കോൾഡ് എയർ ഇറ്റ് മേ ബി ഓഫ് യൂസ് ഇൻ ഇൻഡസ്ട്രീസ് വെയർ ബോത്ത് ആർ സൈമൾട്ടേനിയസ്ലി റിക്വയർഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് 2 സ്ഥലത്തും ആവശ്യമുള്ള ഹോട്ട് എയറും കോൾഡ് എയറും കിട്ടും. അപ്പോൾ ഇത് രണ്ടും ആവശ്യമുള്ള സ്ഥലത്ത് ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ടെമ്പറേച്ചർ ആസ് ലോ ആസ് -50 ഡിഗ്രി സെൽഷ്യസ് ക്യാൻ ബി ഒപ്റ്റൈൻഡ്. അപ്പോൾ അതുണ്ട് കേട്ടോ, -50 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഒപ്റ്റൈൻ ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി ഡിഫിക്കൽട്ടി. സോ ഇറ്റ് ഈസ് വെരി മച്ച് യൂസ്ഫുൾ ഇൻ ഇൻഡസ്ട്രീസ് ഫോർ സ്പോട്ട് കൂളിംഗ് ഓഫ് ഇലക്ട്രോണിക് കമ്പോണൻസ്. അപ്പോൾ ഇത് സ്പോട്ട് കൂളിംഗ് ഓഫ് ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെ
ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോണിക് കമ്പോണൻസിൽ ചൂട് കൂടുതലുണ്ടാവും, അപ്പോൾ അവിടെ ഈ സംഭവം കൊണ്ടൊന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ തണുപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. സ്പോട്ട് കൂളിംഗ് ഓഫ് ഇലക്ട്രോണിക് കമ്പോണൻസ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ബോഡി കൂളിംഗ് ഓഫ് ദ വർക്കേഴ്സ് ഇൻ മൈൻസ്. അപ്പോൾ ഈ മൈനിലൊക്കെയുള്ള വർക്കേഴ്സിൻ്റെ ബോഡി കൂളിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. അപ്പോൾ ഒരു നോൺ കൺവെൻഷണൽ ടൈപ്പാണ് കേട്ടത്. ഇതിൽ നമുക്കിനി അടുത്തത് അഡിയബാറ്റിക് ഡീമാഗ്നറ്റൈസേഷൻ ഓഫ് പാരാമാഗ്നറ്റിക് സോൾട്സ്. ഓക്കെ, ഇതാണ് നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു ഫിഗർ ഒന്ന് നോക്കാം. ഇതിൻ്റെ ഫിഗറാണിത്. ആ ഫിഗറിൽ പിന്നെ അതിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പോൾ ഇവിടെ ഇതാണ് ഇതാണ് എന്ത് സാൾട്ട് പാരാമാഗ്നറ്റിക് സാൾട്ട്. അത് നമുക്ക് 2-3 ടൈപ്പുകളുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. പാരാമാഗ്നറ്റിക് സോൾട്ട് ഒരു ചേമ്പറിൻ്റെ ഉള്ളിൽ ഒരു നൈലോൺ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൽ നിന്ന് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് പമ്പ്, ഇവിടെ ഒരു പമ്പിലേക്കാണ് ഇത് പോകുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇവിടെ ഈ ഇപ്പുറത്തുള്ളത് മെഷറിങ് കോയിൽസാണ്. പിന്നെ ഇത് സപ്പോർട്ടിങ് ത്രെഡ്സ് എന്ന് പറയും. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇത് 2 ടൈമാണ്. ഒന്ന് ലിക്വിഡ് നൈട്രജൻ. ഇതിൻ്റെ ഉള്ളിലുള്ളത് ലിക്വിഡ് ഹീലിയമാണ്. ഈ സോൾട്ട് ഇരിക്കണതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ഹീലിയം. പിന്നെ അതിൻ്റെ ഇവിടെയുള്ളത് ഇതിൻ്റെ കവർ ചെയ്തിട്ടുള്ളത് ലിക്വിഡ് നൈട്രജനാണ് ഇതിനെ കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 മാഗ്നറ്റുകളുണ്ട്. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഈ ഫിഗർ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ അതിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ളതും പറയാം. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓക്കെ, ഇത് നമ്മുടെ ഫിഗർ കേട്ടോ, ഇതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ പിന്നെ ഇതൊരു വാക്വം ഫ്ലാസ്ക്കാണ്. ഇതിന് വാക്വമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് കടത്തി വിടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വാക്വം ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം. അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് ഇത് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ അഡിയാബാറ്റിക് ഡീമാഗ്നറ്റൈസേഷൻ്റെ ഒരു സെറ്റപ്പ്. ഇനി ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്താ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്കറിയാം എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഡിസോർഡറാണ് എന്ന് പറയാം, അല്ലേ? ശരിയല്ലേ? ഒരു എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ഓഫ് ഡിസോർഡർ, അങ്ങനെയാണ് നമ്മൾ പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ എന്താ പറയുക ഓഫ് പാരാമാഗ്നറ്റിക് സോൾട്ട്, അഡിയബാറ്റിക് ഡീമാഗ്നറ്റൈസേഷൻ ഓഫ് പാരാമാഗ്നറ്റിക് സോൾട്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ ഈ പാരാമാഗ്നറ്റിക് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം വലിച്ചെടുക്കുമോ, കാന്തം മാഗ്നറ്റ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വലിച്ചെടുക്കുമെന്ന് ചോദിച്ചാൽ നല്ലോണം വലിക്കില്ല. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട് താനും. അതാണ് ഈ പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു ഇരുമ്പും കാന്തവും വലിക്കുന്ന പോലെ വലിക്കില്ല, എന്നാൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് താനും. അതാണ് ഈ പാരാമാഗ്നറ്റിക് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ഒരു ഐസോതെർമൽ അല്ലെങ്കിൽ അങ്ങനെ ഐസോതെർമൽ കണ്ടീഷനായിട്ടുള്ള ഒരു ഇതിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്താ പറയുക വെച്ചാൽ ഇപ്പോൾ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മെഷർ ഓഫ് ഡിസോർഡർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ എൻട്രോപ്പി മെഷർ ഓഫ് ഡിസോർഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എൻട്രോപ്പിയിലേക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ആവാതെ ഇരിക്കുന്നത് ഏത് സമയത്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻട്രോപ്പി ചേഞ്ച് ആവാതിരിക്കുന്നത് ഐസെൻട്രോപ്പിക് അല്ലെങ്കിൽ അഡിയാബാറ്റിക് കണ്ടീഷൻസിലാണ് എൻട്രോപ്പി ചേഞ്ച് ആവാതിരിക്കുക. ബാക്കിയുള്ള എല്ലാ കണ്ടീഷൻസിലും എൻട്രോപ്പിക്ക് അതിൻ്റേതായ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു സാധാരണ എന്താ പറയുക, ഇപ്പോൾ ഒരു ഐസോതെർമൽ പ്രോസസ്സിലോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിലോ അങ്ങനെയുള്ള പ്രോസസ്സിലൊക്കെ എൻട്രോപ്പിയിലേക്ക് എന്തെങ്കിലും വ്യത്യാസം വരും. എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോർഡർ. അപ്പോൾ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെലോസിറ്റി, അതിൻ്റെ മാഗ്നറ്റിക്സ് ഇലക്ട്രോൺസൊക്കെ മൂവ് ചെയ്യുന്ന ആ ഒരു ഡിസോർഡർ, അതിലൂടെയൊക്കെയാണ് അതിൻ്റെ ഹീറ്റ് എനർജി എന്നുള്ളത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഡിസോർഡർ നമ്മളിപ്പോൾ കോൺസ്റ്റൻറ്റ് തെർമൽ പ്രോസസ്സിൽ നമ്മളൊരു ഡിസോർഡർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചർ വേരിയേഷൻ നമുക്കറിയാൻ പറ്റും, അല്ലേ? ടെമ്പറേച്ചർ വേരിയേഷൻ ആയിട്ട് കുറഞ്ഞു പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇനി അതല്ല നമ്മൾ അഡിയബാറ്റിക് ആയിട്ടുള്ള കണ്ടീഷനിലാണെന്ന് ഡിസോർഡർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻട്രോപ്പി അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കോൺസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആവണം. അഡിയബാറ്റിക് പ്രോസസ്സിൽ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആവണം. അതാണ് നമ്മുടെ തിയറി. അപ്പോൾ ആ തിയറി പ്രകാരം എന്താ, അപ്പോൾ അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടെമ്പറേച്ചറിൽ എന്തെങ്കിലുമൊക്കെ ഒരു വേരിയേഷൻ വരുത്തും. അതാണ് അഡിയബാറ്റിക് ഡീമാഗ്നറ്റൈസേഷനിലുള്ള മെയിൻ ഇത്. ഇനി അപ്പോൾ അങ്ങനെ വരുത്തുമ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സ് നടത്തുമ്പോൾ നമുക്ക് ആ എന്താ ചെറിയ ടെമ്പറേച്ചർ കുറഞ്ഞ് കിട്ടുക അല്ലെങ്കിൽ കൂടി കിട്ടുക എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. അതിപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ പറയും, കുറയാണ് ചെയ്യുക. ആ കുറഞ്ഞ് കിട്ടുമ്പോൾ നമ്മൾ എത്രമാത്രം കുറഞ്ഞു, അപ്പോൾ അത് വളരെ ചെറിയൊരു മൈന്യൂട്ട് എമൗണ്ടിലേക്കാവും കുറയുണ്ടാവുക. ആ മൈന്യൂട്ട് എമൗണ്ടിലേക്ക് കുറഞ്ഞ ടെമ്പറേച്ചറിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. അതാണ് ഈ അഡിയബാറ്റിക് ഡീമാഗ്നറ്റൈസേഷൻ ഓഫ് പാരാമാഗ്നറ്റിക് സോൾട്ട് എന്ന് പറയുന്ന ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ജസ്റ്റ് ഞാൻ പറയാം, ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ലോ ടെമ്പറേച്ചർ അറൗണ്ട് സ്മോൾ ഫ്രാക്ഷൻ ഓഫ് 1K. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കെൽവിൻ, അത്രയും ചെറിയ ഒരു എമൗണ്ടിലേക്ക് ടെമ്പറേച്ചർ കൊണ്ടുവരാൻ പറ്റുന്ന ഇതാണ്
adiabatic demagnetization and occurs in magnetocalorific materials. Magnetocalorific materialസിലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. It is a magnetothermodynamic phenomenon in which a temperature change of a suitable material is caused by exposing the material ടു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് അത് ഞാൻ പറഞ്ഞില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാരാമാഗ്നറ്റിക് ഫീൽഡിൽ ആ എൻട്രോപ്പി ഡിസോർഡർ നമുക്ക് കിട്ടുന്നത് ആ മാഗ്നറ്റിക് ഫീൽഡിലെ ഒരു വേരിയേഷൻ, ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിൽ വേരിയേഷൻസ് വരുത്തുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഡീമാഗ്നറ്റൈസേഷൻ. വി നോ ദാറ്റ് ദ എൻട്രോപ്പി ഈസ് ദ മെഷർ ഓഫ് എ സിസ്റ്റംസ് തെർമൽ എനർജി പെർ യൂണിറ്റ് ടെമ്പറേച്ചർ. നമുക്കറിയാവുന്ന കാര്യം എൻട്രോപ്പി ഈസ് ദ മെഷർ ഓഫ് തെർമൽ എനർജി. എമൗണ്ട് ഓഫ് എൻട്രോപ്പി ഈസ് ആൾസോ എ മെഷർ ഓഫ് ദ മോളിക്കുലർ ഡിസോർഡർ. എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസോർഡറും മോളിക്കുലർ ഡിസോർഡറിൻ്റെ കൂടി ഒരു മെഷർമെൻ്റ് ആണ്. ഓർ റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം. അപ്പോൾ അത് നമ്മൾക്ക് എൻട്രോപ്പിനെ കുറിച്ച് അറിയുന്ന ഒരു കോമൺ ഡെഫിനേഷൻ. ഇഫ് വി കംപ്രസ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വി increase the order and thus entropy of system decreases because the molecules move closer together without increasing their random velocities. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ അതിൻ്റെ ഓർഡറിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് വി ഇൻക്രീസ് ദ ഓർഡർ ആൻഡ് ദസ് എൻട്രോപ്പി ഓഫ് സിസ്റ്റം, കാരണം ഓർഡർ ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ അതെന്താ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയ, ചെറിയൊരു ഏരിയയിൽ കുറേ മോളിക്യൂൾസ് ഉണ്ട്, ഞാനതിനെ കോൺസ്റ്റൻറ്റ് ആ ഓർഡർ എന്ത് ചെയ്യുക, ഓർഡർ ഇൻക്രീസ് ചെയ്യുകയാണെന്നേക്ക് മോളിക്യൂൾസ് മൂവ് എന്ന് പറഞ്ഞത് ബിക്കോസ് ദ മോളിക്യൂൾസ് മൂവ് ക്ലോസർ ടുഗദർ വിത്തൗട്ട് ഇൻക്രീസിങ് ദെയർ റാൻഡം വെലോസിറ്റി. ഇൻക്രീസ് ആ ഓർഡറിൽ നമ്മൾ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താണ്. എങ്ങനെ വ്യത്യാസം വരുത്തും? ഇപ്പോൾ സപ്പോസ് ആ മോളിക്യൂൾസ് കുറേ അകലെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റാൻഡംനെസ് കൂടുതലായിരിക്കും. നമ്മൾ ആ മോളിക്യൂൾസിന് അടുത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അത് റാൻഡംനെസ് ഇല്ല, അതിൻ്റെ മൂവ്മെൻറ്റ്സ് കുറയും. അതാണ് ഈ ഉദ്ദേശിക്കുന്നത്. ഇത് തിയറി പാർട്ടാണ് കേട്ടോ. നമ്മൾ ആ തിയറി അതിനറിഞ്ഞിരിക്കും എന്താണ് എൻട്രോപ്പി അല്ലെങ്കിൽ എങ്ങനെയാണ് നടക്കണമെന്നുള്ളതാണ് ഈ പറയുന്നത്. Thus entropy of system decreases because the molecules move closer together without increasing their random velocities. അപ്പോൾ അതിൻ്റെ റാൻഡം വെലോസിറ്റീസ് കുറയുന്നത് കൊണ്ട് അതിൻ്റെ റാൻഡം വെലോസിറ്റീസ് കുറയും, ഓർഡർ കുറയുന്നത് കൊണ്ട്. ഇഫ് വി എക്സ്പാൻഡ് ദ ഗ്യാസ് റിവേഴ്സിബിളി ആൻഡ് അഡിയബാറ്റിക്കലി, അപ്പോൾ നമ്മൾ ഒരു അഡിയബാറ്റിക് ആയിട്ട് ഐസെൻട്രോപ്പിക് അല്ലെങ്കിൽ അഡിയബാറ്റിക് പ്രോസസ്സിൽ അത് എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, ഇഫ് വി എക്സ്പാൻഡ് ദ ഗ്യാസ് റിവേഴ്സിബിളി വി ഷുഡ് നോട്ട് ചേഞ്ച് ദ ഡിഗ്രി ഓഫ് ഓർഡർ. അപ്പോൾ എൻട്രോപ്പി അഡിയബാറ്റിക് കണ്ടീഷനിൽ എൻട്രോപ്പി മാറുന്നില്ല ഓർഡർ ബിക്കോസ് ദ എൻട്രോപ്പി ഓഫ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. We move the gas molecules for upper so that the random molecular velocity must decrease in order to maintain same degree of order or entropy. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻട്രോപ്പി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോളിക്കുലർ വെലോസിറ്റീസ് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തും. അപ്പോൾ എന്താണ്ടാവും, മോളിക്കുലർ വെലോസിറ്റീസ് മസ്റ്റ് ഡിക്രീസ്. അപ്പോൾ ഈ അഡിയബാറ്റിക് കണ്ടീഷനിൽ എൻട്രോപ്പി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലൊരു വേരിയേഷൻ വരുത്തുമ്പോൾ ആ മോളിക്യൂൾസ് എന്ത് ചെയ്യും, മോളിക്കുലർ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. To maintain the same degree of order or entropy, the temperature of gas decreases. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് ആണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഡിക്രീസ് ആവുക. ദസ് വി ഗെറ്റ് എ ഗ്യാസ് ടു വെരി ലോ ടെമ്പറേച്ചർ. അങ്ങനെ നമുക്ക് ഒരു വെരി ലോ ടെമ്പറേച്ചറിൽ ഒരു ഗ്യാസ് കിട്ടും. അതാണ് നമ്മൾ ഈ പറഞ്ഞതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ട് വർക്കിങ്ങിൽ എൻട്രോപ്പി എന്താണ്, അഡിയബാറ്റിക് കണ്ടീഷനിൽ എന്താണ്, അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിൽ എൻട്രോപ്പി എങ്ങനെയായിരിക്കും, അഡിയബാറ്റിക് കണ്ടീഷനിൽ എങ്ങനെയായിരിക്കും. അപ്പോൾ ആ അഡിയബാറ്റിക് കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ ഈ പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമാഗ്നറ്റിക് പ്രോസസ്സ് മാഗ്നറ്റൈസേഷൻ്റെ ഡീമാഗ്നറ്റൈസേഷൻ നടത്തുന്നത് ഒരു അഡിയബാറ്റിക് കണ്ടീഷനിലൂടെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ പറഞ്ഞാൽ മതി. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല, അതെങ്ങനെ നടത്തുന്നു അല്ലെങ്കിൽ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നുമില്ല. അഡിയബാറ്റിക് കണ്ടീഷനിൽ നമ്മളൊരു ഡീമാഗ്നറ്റൈസേഷൻ നടത്തുന്നു, മാഗ്നറ്റിക് എഫക്റ്റ് ഒക്കെ നടത്തുന്നത് അഡിയബാറ്റിക്കലി ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയണുള്ളൂ. ഓക്കെ, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ആർ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്. അപ്പോൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വീക്ക്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് ആണ്. ഇഫ് വി അപ്ലൈ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വി ടെൻ ടു അലൈൻ ദ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് വി ടെൻ ടു അലൈൻ ദ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഓഫ് ആറ്റംസ് ഓഫ് ദ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ അതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ടെൻ ടു അലൈൻ ദ അതിലുള്ള മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ആ മൊമെൻറ്റ് അതുണ്ടല്ലോ, മൊമെൻറ്റ് ഓരോ ആറ്റംസിൻ്റെയും മൊമെൻറ്റ് വ്യത്യാസപ്പെടാനുള്ള മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഒരു ചേഞ്ച് ചെയ്യാനുള്ള ഇത് ഉണ്ടാക്കും, ടെൻഡൻസി ഉണ്ടാക്കും. thereby introducing order or decreasing entropy of the material. അപ്പോൾ അവിടെ എന്താ, ഒരു ഓർഡറിലൊരു വ്യത്യാസം ഉണ്ടാവും, ഇൻട്രൊഡ്യൂസിങ് ഒരു ഓർഡറിലൊരു വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക എൻട്രോപ്പിയിലൊരു ഡിക്രീസിങ് ഉണ്ടാവും.
ഇഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റിമൂവ്ഡ് റിവേഴ്സിബിളി ആൻഡ് അഡിയാബാറ്റിക്കലി. അപ്പോൾ നമ്മളിവിടെ പറയുകയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്താ ചെയ്യാണ്, റിമൂവ്ഡ്. നമ്മളവിടെ വെച്ചിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്, നമ്മളവിടെ കൊടുത്ത ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരുന്നു, ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു വേരിയേഷൻ വരുത്തുന്നു. അപ്പോൾ അത് ചിലപ്പോൾ റിമൂവ് ചെയ്യലാവാം, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഏതെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ വരുത്തില്ല, അങ്ങനെ എന്തെങ്കിലും ആവാം. അപ്പോൾ അതെന്ത് ചെയ്യും, അത് റിവേഴ്സിബിളി ഓർ അഡിയാബാറ്റിക്കലി അങ്ങനെ ചെയ്യും. ദ എൻട്രോപ്പി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അഡിയാബാറ്റിക്കലി ഓർ റിവേഴ്സിബിളി ചെയ്യുമ്പോൾ എൻട്രോപ്പി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ടു പ്രിസർവ് ദിസ് ഡിഗ്രി ഓഫ് ഡിസോർഡർ ഓർ മെയിൻറ്റെയിൻ ദ എൻട്രോപ്പി കോൺസ്റ്റൻറ്റ്. അപ്പോൾ അഡിയാബാറ്റിക്കലി ആയതുകൊണ്ട് എൻട്രോപ്പി കോൺസ്റ്റൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദ ടെമ്പറേച്ചർ ഓഫ് ദ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ മസ്റ്റ് ഡിക്രീസ്. അപ്പോൾ പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ കുറയും. ദിസ് പ്രോസസ് ഈസ് കാൾഡ് അഡിയാബാറ്റിക് ഡീമാഗ്നറ്റൈസേഷൻ. ഇറ്റ് അലൗസ് ദ ടെമ്പറേച്ചർ റീജിയൻ ബിലോ 0.6 കെൽവിൻ. അപ്പോൾ അത്രയും ടെമ്പറേച്ചർക്ക് അതിനെ താഴ്ത്തി കൊണ്ടുവരാൻ അതിന് സാധിക്കും. അപ്പോൾ അതാണ് ഡീമാഗ്നറ്റൈസേഷൻ, അഡിയാബാറ്റിക് ഡീമാഗ്നറ്റൈസേഷനും അതിൽ എൻട്രോപ്പി എന്ന് പറയുന്നതിൻ്റെ എഫക്റ്റും അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതെങ്ങനെയാണ് പ്രവർത്തനം എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് എ പാരാമാഗ്നറ്റിക് സാൾട്ട് പല്ലറ്റ് ഈസ് സസ്പെൻഡഡ് ഇൻ എ ചേംബർ ബൈ സിൽക്ക് ഓർ നൈലോൺ ത്രെഡ്സ്. അപ്പോൾ നൈലോൺ ത്രെഡ്സ് വഴി ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ദിസ് ചേംബർ ഈസ് ഇനീഷ്യലി ഫിൽഡ് വിത്ത് ഗാഷ്യസ് ഹീലിയം ആൻഡ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് ഹീലിയം ബാത്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ, ഇതിൻ്റെ ഉള്ളിൽ ഗാഷ്യസ് ഹീലിയം ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഗാഷ്യസ് ഹീലിയം. ഗ്യാഷ്യസ് ഹീലിയം ഈ പൈപ്പിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൾട്ട് അവിടെ കടന്നു പോകുന്ന ഈ സ്ഥലത്ത് ഗ്യാഷ്യസ് ഹീലിയം ഉണ്ട്. ഫിൽഡ് വിത്ത് ഗ്യാഷ്യസ് ഹീലിയം ആൻഡ് ദെൻ ഇമ്മേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് ഹീലിയം ബാത്ത്. അത് കഴിഞ്ഞിട്ട് അത് ലിക്വിഡ് ഹീലിയം ബാത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇത് വെച്ചിട്ടുള്ളത് ലിക്വിഡ് ഹീലിയം ബാത്തിൽ. അതേപോലെ ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഈ ട്യൂബ് ഇവിടെ ഗ്യാഷ്യസ് ഹീലിയമാണ് കടത്തിവിടുന്നത്. ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ടേൺഡ് ഓൺ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ രണ്ട് മാഗ്നറ്റുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ടേൺഡ് ഓൺ ആൻഡ് മെയിൻറ്റെയിൻ ഫോർ അബൌട്ട് ആൻ അവർ. അപ്പോൾ ഒരു മണിക്കൂറോളം അതങ്ങനെ വയ്ക്കും, മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ആക്കിയിട്ട് വയ്ക്കും. ടു അലൗ ദ ഹീറ്റ് ഓഫ് മാഗ്നറ്റൈസേഷൻ ടു ബി കണ്ടക്റ്റഡ് ടു ദ ഹീലിയം ബാത്ത് ബൈ ദ ഗാഷ്യസ് ഹീലിയം. അപ്പോൾ അതിലുള്ള ഡീമാഗ്നറ്റൈസേഷൻ, ആ പാരാമാഗ്നറ്റിക് സോൾട്ടിൻ്റെ ഡീമാഗ്നറ്റൈസേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഹീലിയം ബാത്തിലൂടെയാണ്. ഈ ഹീലിയം ബാത്തിലൂടെയാണ്, നമ്മൾ ആ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കൊടുത്ത ഗാഷ്യസ് ഹീലിയത്തിലൂടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇൻ ദ സ്മാൾ ചേമ്പർ ദെയർ ബൈ മെയിൻറ്റെയിനിങ് ദ സാൾട്ട് അറ്റ് ഇറ്റ്സ് ഒറിജിനൽ ടെമ്പറേച്ചർ. എന്നിട്ട് അങ്ങനെ അതിൻ്റെ ഒറിജിനൽ ടെമ്പറേച്ചറിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. വെൻ ദ തെർമൽ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ്. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പറേച്ചറൊക്കെ സെറ്റായിട്ട് ഒരു തെർമൽ ഇക്വിലിബ്രിയം വരുന്ന സമയത്ത് ദ ഗാഷ്യസ് ഹീലിയം ഈസ് പമ്പ്ഡ് ടു തെർമലി ഐസോലേറ്റ് ദ പാരാമാഗ്നറ്റിക് സാൾട്ട്. അപ്പോൾ ആ ഗാഷ്യസ് ഹീലിയത്തിനെ നമ്മൾ എന്ത് ചെയ്യും, പമ്പ് ചെയ്തെടുക്കും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ വലിച്ചെടുക്കലായിരിക്കാം, അങ്ങനെ അത് നമ്മുടെ പ്രോസസ്സ് അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ പമ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വലിച്ചെടുക്കുക അല്ലെങ്കിൽ പമ്പ് ചെയ്യുക. അപ്പോൾ വാക്യൂം കണ്ടീഷൻ ആയതുകൊണ്ട് അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. വെൻ ദ തെർമൽ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ് ദ ഗാഷ്യസ് ഹീലിയം ഈസ് പമ്പ്ഡ് ടു തെർമലി ഐസോലേറ്റ് ദ പാരാമാഗ്നറ്റിക് സാൾട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഇതിനെ പമ്പ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഇതിനുള്ള പാരാമാഗ്നറ്റിക് സോൾട്ടിന് ഒരു വ്യത്യാസം, എന്തൊക്കെയോടെ വ്യത്യാസങ്ങൾ നടക്കും. ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മളെ മാഗ്നറ്റിക് ഫീൽഡിനെ റിമൂവ് ചെയ്യും. അത് അഡിയാബാറ്റിക്കലായിട്ടാണ് റിമൂവ് ചെയ്യുക. The paramagnetic field is removed and the temperature of the salt drops to a very low value. അപ്പോൾ എന്ത് ചെയ്യും, ആ സമയത്ത് നമ്മളതിനെ ഇവിടെ നിങ്ങൾ എഴുതിക്കോ, ഇവിടെ ഞാൻ ചെയ്തു മാഗ്നറ്റിക് ഫീൽഡ് ഈസ് then removed adiabatically. ഈസ് റിമൂവ്ഡ് അഡിയാബാറ്റിക്കലി ആൻഡ് എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് the temperature of the salt drops to a very low value. അപ്പോൾ അവൻ ചെയ്യും ടെമ്പറേച്ചർ വെരി ലോ വാല്യൂയിലേക്ക് കുറഞ്ഞു കിട്ടും. ദ ടെമ്പറേച്ചർ ആസ് ലോ 0.0014 കെൽവിൻ ഹാവ് ബീൻ അറ്റൈൻഡ് ബൈ ദിസ് മെത്തേഡ്. അത്രയും കുറവ് ടെമ്പറേച്ചർ 0.0014 കെൽവിൻ വരെയുള്ള ടെമ്പറേച്ചർ നമുക്കിതിൽ അറ്റൈൻ ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ പറഞ്ഞുള്ളത് ഏതൊക്കെയാണ് കുറച്ച് ടൈപ്സ് ഓഫ് പാരാമാഗ്നറ്റിക് സോൾട്ടുകൾ ഏതൊക്കെയാണ്, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷൻ, എതാണ് അതിലുള്ളത്. അപ്പോൾ പാരാമാഗ്നറ്റിക് സോൾട്ടുകൾ ഏതാണ്, അയൺ, അലുമിനിയം സോൾട്ട്. അലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ട് എന്നാണ് അർത്ഥം, പാരാമാഗ്നറ്റിക് സോൾട്ട്. അപ്പോൾ അയൺ, അലുമിനിയം സോൾട്ട്, അല്ലെങ്കിൽ അയൺ, അലുമിനിയം, അലും, ക്രോമിയം, പൊട്ടാസ്യം, അലും, കോപ്പർ, പൊട്ടാസ്യം സൾഫേറ്റ്, മാംഗനീസ്, അമോണിയം സൾഫേറ്റ്. നാലിനെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ജസ്റ്റ് അത് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പഠിച്ചു വയ്ക്കുക. പിന്നെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, നോ കംപ്രസർ ഈസ് റിക്വയർഡ്. സാധാരണ റെഫ്രിജറേറ്ററിൽ വേണ്ട കംപ്രസർ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ വോർട്ടെക്സ് ട്യൂബിലായാലും കംപ്രസ്ഡ് എയറാണ് കൊടുത്തിരുന്നത്. ഇതിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നോ കംപ്രസർ ഈസ് റിക്വയർഡ്. നോ റെഫ്രിജറൻറ്റ് ഗ്യാസ് ആവശ്യമില്ല. ലോ പ്രഷർ ഓപ്പറേഷൻ, അതിൻ്റെ ലോ പ്രഷറിൽ ഓപ്പറേറ്റ് ചെയ്യാം. ലോ റണ്ണിങ് കോസ്റ്റ് ആണ്.
ക്യാൻ വർക്ക് എഫിഷ്യൻ്റ്ലി ഇൻ സീറോ ഗ്രാവിറ്റി. അപ്പോൾ അത് അതിൻ്റെയൊക്കെ പ്രത്യേകതയാണ്. സീറോ ഗ്രാവിറ്റിയിലൊക്കെ ഇപ്പോൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ അത് സ്പേസിലൊക്കെ ആയിരിക്കാം, അത് ചിലപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. Can work efficiently in zero gravity. Disadvantages: the initial investment is more as compared with the conventional refrigeration. Initial investment more ആണ്. ഇപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തു വരുമ്പോൾ അതിന് വ്യത്യാസങ്ങൾ വരും. ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇലക്ട്രോണിക് കമ്പോണൻസ് ഫ്രം മാഗ്നറ്റിക് ഫീൽഡ്സ്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് ഇലക്ട്രോണിക് കമ്പോണൻസ് ഫ്രം മാഗ്നറ്റിക് ഫീൽഡ് അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. എങ്ങനെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇത്രയും വലിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ. പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഹാവ് ലിമിറ്റഡ് ഫീൽഡ് സ്ട്രെങ്ത് ഉണ്ടാകും. പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഹാവ് ലിമിറ്റഡ് ഫീൽഡ് സ്ട്രെങ്ത്. പെർമനൻറ്റ് മാഗ്നറ്റ്സ് ആണ് നമ്മൾ വെക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന ഇരുമ്പ് അങ്ങനെ അല്ല കാന്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പോൾ നമ്മളതിന് വേറെ ഒരു പർട്ടിക്കുലർ ഇലക്ട്രോ മാഗ്നറ്റിക് അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും വയ്ക്കുക. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന കമ്പോണൻസ് റേഡിയേഷൻസ് ഇലക്ട്രോണിക് കമ്പോണൻസിനൊക്കെ എന്തെങ്കിലും ഹാംഫുള്ളായിരിക്കും. അതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഇലക്ട്രോണിക് കമ്പോണൻസ് ഫ്രം മാഗ്നറ്റിക് ഫീൽഡ് പറയുന്നത്. പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഹാവ് ലിമിറ്റഡ് ഫീൽഡ് സ്ട്രെങ്ത്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആൻഡ് സൂപ്പർ കണ്ടക്റ്റീവ് മാഗ്നറ്റ്സ് ആർ എക്സ്പെൻസീവ്. അപ്പോൾ ഇതൊക്കെ വെച്ച് വരുമ്പോൾ ഇത് ഒരു എക്സ്പെൻസീവ് ആണ്. അപ്പോൾ പക്ഷേ ലോ റണ്ണിങ് കോസ്റ്റ് ആണ്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റൺ ചെയ്യാൻ വളരെ കോസ്റ്റ് കുറവാണ്. അതാണ് പറയുന്നത്. റൺ ചെയ്യാൻ ലോ റണ്ണിങ് കോസ്റ്റ് ആണ്, പക്ഷേ അത് സെറ്റപ്പ് ചെയ്യാൻ ഇത്തിരി കൂടുതൽ എമൗണ്ട് വേണം. ഇനീഷ്യൽ കോസ്റ്റ് എപ്പോഴും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മോറാണ്. അപ്ലിക്കേഷൻ ക്രയോജനിക് എഞ്ചിൻ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ പോലെ ഇത് കണ്ടോ ലോ റണ്ണിങ് കോസ്റ്റ് വർക്ക് എഫിഷ്യൻ്റ്ലി സീറോ ഗ്രാവിറ്റി. ക്യാൻ വർക്ക് എഫിഷ്യൻ്റ്ലി ഇൻ സീറോ ഗ്രാവിറ്റി. അപ്പോൾ അത് ക്രയോജനിക്കിൽ അപ്ലിക്കബിൾ ആണ്. റെഫ്രിജറേഷൻ, മെഡിസിൻ, പ്ലഗ് ഇൻ ഡിസ്പ്ലേ ക്യാബിനറ്റ്സ്. അതൊക്കെയാണ് റെഫ്രിജറേഷൻ, മെഡിസിൻ്റെ റെഫ്രിജറേഷനിൽ. പിന്നെ അതേപോലെ തന്നെ പ്ലഗ് ഇൻ ഡിസ്പ്ലേ ക്യാബിനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൊണ്ടുവന്ന് വയ്ക്കുന്ന ക്യാബിനറ്റ്. അതാണ് ഈ പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മളുടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റമാണ്. അത് നമ്മൾക്ക് അതിന് 2-3 ടൈപ്പുകളുണ്ട്. അത് നമ്മൾക്ക് അടുത്ത ഇതിൽ ഒരുമിച്ച് പറയാം. അതിന് ജസ്റ്റ് ഇതെന്താണെന്ന് കൂടി പറയാം. അത് കഴിഞ്ഞിട്ട് ഓരോ ടൈപ്പുകൾ എന്താണെന്നുള്ളത് അടുത്ത ക്ലാസ് ഇതിലായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ എയർ അല്ല വേപ്പറാണ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ആൻ ഇംപ്രൂവ്ഡ് ടൈപ്പ് ഓഫ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ഇൻ വിച്ച് എ സ്യൂട്ടബിൾ വർക്കിംഗ് സബ്സ്റ്റൻസ് ടൈംഡ് ആസ് എ റെഫ്രിജറൻറ്റ് ഈസ് യൂസ്ഡ്. അപ്പോൾ ഒരു റെഫ്രിജറൻറ്റ്, ഒരു പർട്ടിക്കുലർ റെഫ്രിജറൻറ്റ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. The refrigerants usually used for this purpose are ammonia, NH3, carbon dioxide ഉണ്ട് CO2 and sulfur dioxide SO2. The refrigerant used does not leave the system but is circulated throughout the system alternately condensing and evaporating. അപ്പോൾ നമ്മളുടെ ഇതുണ്ടല്ലോ അമോണിയ അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് അങ്ങനെയുള്ള സാധനം ഒരിക്കലും പുറത്തേക്ക് പോവില്ല. എന്താ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളുടെ ഇത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്. അഡ്വാൻറ്റേജസ്: ഇറ്റ് ഹാസ് സ്മാളർ സൈസ് ഫോർ ദ ഗിവൺ കപ്പാസിറ്റി ഓഫ് റെഫ്രിജറേഷൻ. അപ്പോൾ സ്മാളർ സൈസാണ് ഒരു കപ്പാസിറ്റി. ഇപ്പോൾ 1 ടൺ എന്നൊക്കെ പറയണ അല്ലെങ്കിൽ 2 ടൺ റെഫ്രിജറേഷൻ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും. ഇറ്റ് ഹാസ് ലെസ് റണ്ണിങ് കോസ്റ്റ് ലെസ് ആണ്. ഇറ്റ് ക്യാൻ ബി എംപ്ലോയ്ഡ് കമ്പാരിറ്റീവ്ലി ആണ് കേട്ടോ പറയുന്നത്. ഇറ്റ് ഹാസ് ലെസ് റണ്ണിങ് കോസ്റ്റ്. ഇറ്റ് ക്യാൻ ബി എംപ്ലോയ്ഡ് ഓവർ എ ലാർജ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഒരുപാട് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിന് ഉപയോഗിക്കാം. ദ COP ഈസ് ക്വൈറ്റ് ഹൈ. COP കൂടുതലാണ്. ഡിസഡ്വാൻറ്റേജസ്: ഇനീഷ്യൽ കോസ്റ്റ് ഈസ് ഹൈ. ഓക്കെ, ഇനീഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടുതലാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. ദ പ്രിവെൻഷൻ ഓഫ് ലീക്കേജ് ഓഫ് ദ റെഫ്രിജറൻറ്റ് ഈസ് ദ മേജർ പ്രോബ്ലം ഇൻ വേപ്പർ കംപ്രഷൻ സിസ്റ്റം. ഇത് പ്രിവെൻഷൻ ഓഫ് ലീക്കേജ്, അത് ഇപ്പോൾ എന്തെങ്കിലും ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അമോണിയൊക്കെ ലീക്കായിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത സ്മെല്ലാണ്. നമ്മളിപ്പോൾ ഈ കെമിക്കൽ ലാബ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് പ്രാക്ടിക്കൽസ് കെമിക്കൽ ലാബിൽ പ്രാക്ടിക്കലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ അറിയാം ഒരു അമോണിയ അത്ര ഭയങ്കര ഒരു ദുർഗന്ധമല്ല, പക്ഷേ അത് ടോക്സിക്കാണ്. മണം കുഴപ്പമില്ല, പക്ഷേ അത് ടോക്സിക്കാണത്. അതാണ് അതിൻ്റെ പ്രശ്നം. ദ പ്രിവെൻഷൻ ഓഫ് ദ ലീക്കേജ് ഓഫ് ദ റെഫ്രിജറൻറ്റ് ഈസ് എ മേജർ പ്രോബ്ലം ഇൻ വേപ്പർ കംപ്രഷൻ സിസ്റ്റം. അപ്പോൾ ആ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ അതിൻ്റെ ആ ഒരു ഇത് പ്രിവെൻറ്റ് ചെയ്യണം. അതും ഒരു ഡിസഡ്വാൻറ്റേജാണ്. അപ്പോൾ ഇപ്പോഴത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായ കോസ്റ്റ് കൂടും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ ബേസിക്കായിട്ട് നമുക്ക് ജസ്റ്റ് പറയാനുള്ളത്, ഇൻട്രൊഡക്ഷൻ പോലെ പറയാനുള്ളത്.